നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ സം ബയോമെക്കാനിക്കൽ ഫോൾട്ട് ഈസ് ദെയർ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ മാത്രമല്ല, ഈവൻ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് മിക്കവാറും കൂടി വരുന്നൊരു ട്രെൻഡ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ആളുകളിൽ അതിൻ്റെ ഒരു ഫലമായിട്ട് പലയിടത്തും ഒരു ബോഡി പെയിൻ, ഷോൾഡർ പെയിൻ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചില ആളുകൾ ഇതൊരു 1 or 2 days കഴിയുമ്പോഴത്തേക്ക് റിക്കവർ ആകും. പക്ഷെ ചിലവരിലെങ്കിലും ഇതൊരു 2-3 weeks എങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ആളുകൾ അതൊരു നെഗ്ലിജന്റ് കാര്യമാക്കാണ്ട് വിടുന്ന ഒരു ട്രെൻഡും കാണുന്നുണ്ട്. എത്രമാത്രം ഒരു ഡേഞ്ചറാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ? അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളായാലും മുതിർന്നവരിലായാലും ഹെൽത്ത് കോൺഷ്യസ് ആണ് ആൾക്കാർ. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ നമ്മൾ നോക്കി രാവിലെ 5 മണിക്ക് 6 മണിക്ക് റോഡിൽ ഇറങ്ങി ഒരുപാട് പേര് നടക്കാൻ പോകും. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. പക്ഷേ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടെക്നിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ തോളിന്റെ കാര്യം ഇപ്പോൾ ചോദിച്ച ഷോൾഡർ ജോയിന്റ് കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി അതൊരു 4 ജോയിന്റുകളുടെ ഒരു കളക്റ്റീവ് ഇതാണ് നമ്മൾ ഷോൾഡറിന്റെ. നമ്മുടെ അല്ലല്ല, നമ്മുടെ ഈ കോളർ ബോൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ആർട്ടിക്കുലേഷൻ, സ്റ്റെർണോക്ലാവിക്കുലർ ജോയിന്റ്, അക്രോമോക്ലാവിക്കുലർ ജോയിന്റ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ തോൾ പലകയുടെ അതും റിബ്സുമായിട്ടൊരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സാധാരണ പറയുന്ന ഈ ആമിന്റെ ഈ അപ്പർ പാർട്ട് ഹ്യൂമറസ് എന്ന് പറഞ്ഞതും ഈ പറഞ്ഞ തോൾ പലകയുടെ ഗ്ലീനോയിഡ് എന്നുള്ള ലാറ്ററൽ പാർട്ട് ഇതിനോട് ചേർന്നാണ് നമ്മൾ സാധാരണക്കാർ പറയുന്ന ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഷോൾഡർ ജോയിന്റിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മൂവ്മെന്റ് ഉള്ള ജോയിന്റ് ഷോൾഡർ ജോയിന്റ്. നമ്മൾ വേറെ ഏത് സന്ധിയായിട്ടും നമ്മുടെ ഷോൾഡർ ജോയിന്റ് ആണ് ഏറ്റവും മൂവ്മെന്റ്. സോ മൂവ്മെന്റ് മീൻസ് അത്ര റെസ്ട്രിക്ഷൻ കുറവാണെന്നുള്ളതാണ്. സോ മൊബിലിറ്റി കംസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. സോ മൂവ്മെന്റ് കൂടുമ്പോൾ അൺസ്റ്റേബിൾ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടുപ്പ് സന്ധി എടുത്തു കഴിഞ്ഞാൽ അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതായത് ഒരു ഹിപ്പിന്റെ വശമാണ്. അതൊരു സോക്കറ്റ് ഉണ്ട്, വലിയൊരു സോക്കറ്റ്. അതാണ് ഒരു ബോളിനെ കവർ ചെയ്യുന്നത്. സോ ഇറ്റ് ഗിവ്സ് എ സ്റ്റെബിലിറ്റി. പക്ഷെ ഷോൾഡർ എന്ന് പറയുന്നത് അതിനെ പറയുന്നത് ഗോൾഫ് ബോൾ ഓൺ എ ടീ എന്നാണ് പറയുന്നത്. അതായത് ഗോൾഫ് വെക്കുന്ന ടീ വളരെ ചെറുതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒരു ടെന്നീസ് ബോൾ വെക്കുകയാണ്, അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങോട്ട് പോയാലും അത് വീഴാതെ എനിക്ക് പിടിക്കാൻ പറ്റും. പകരം എൻ്റെ കയ്യിൽ തരുന്നത് ഒരു ബാസ്കറ്റ് ബോളാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് ഈ ജോയിന്റ് വരുന്നത്. അപ്പോൾ അവിടെ ഈ ബോണി ആർട്ടിക്കുലേഷൻ കൂടാതെ സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിന്റെ ആവരണമായ ക്യാപ്സുലർ ലേബറൽ ടിഷ്യൂസ്, അതുപോലെ അവിടെ ആക്ട് ചെയ്യുന്ന മസിൽസ്, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഷോൾഡർ ജോയിന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ നമ്മുടെ തോൾ പലക എന്ന് പറയുന്ന സ്കാപ്പുല എന്നുള്ളൊരു ബോൺ, അതൊരു മസിൽസ് ആണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഷോൾഡർ ജോയിന്റ് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ സ്കാപ്പുലയിൽ ആക്ട് ചെയ്യുന്ന മസിൽസും സ്ട്രോങ് ആയിരിക്കും. പല സമയം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആൾക്കാർ ഈ കാപ്പുലയിൽ ആക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യുന്ന റൊട്ടേറ്റർ കഫ് എന്നുള്ള മസിൽസ് ഉണ്ട്, ഈ മസിൽസ് വീക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ ജിമ്മിൽ പോകുന്നവർ ഇതിനെപ്പറ്റി ബോധമായിട്ടല്ല. നമ്മൾ ജിമ്മിൽ പോകുന്നത് ഡെൽറ്റോയിഡ് വലുതാക്കാനും അങ്ങനത്തെ വലിയ മസിൽസ്, ഭംഗി തരുന്ന മസിൽസിനെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷോൾഡറിലായിരിക്കും നമ്മൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുന്നതും സ്പോർട്സ് കളിക്കുന്നതും എല്ലാം. സോ ദാറ്റ് വിൽ ലീഡ് ടു ഇഞ്ചുറി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ആൾക്കാർ വേദന ഉണ്ടാകും, മരുന്ന് കഴിച്ചിട്ട് അവർ വീണ്ടും വേദന മാറും, വീണ്ടും ഇതേ പരിപാടിക്ക് പോകാം. ആരും ഈ പറഞ്ഞ ചെറിയ മസിൽസിനെ, അതായത് ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിലിനെ സ്ട്രെങ്തൻ ചെയ്ത് അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെ പറ്റി ആൾക്കാർക്ക് അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ പക്ഷേ അറിയത്തുണ്ടാവും. ഒരു പരിധി വരെ നമ്മൾ ഈ സ്വയം ട്രീറ്റ്മെന്റ് ഒരു പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും ഈ വരുന്ന ഷോൾഡർ പെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഈ പറഞ്ഞ റൊട്ടേറ്റർ കഫ് മസിൽസ് ഒക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ തോൾപ്പലക ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതായത് സ്കാപ്പുലർ ഡിസ്കൈനേസിയ അതൊക്കെ കാണും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ തോൾപ്പലക പുറകെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഇവിടെയുള്ള വേദന മാറും. അപ്പോൾ പേഷ്യൻസ് മനസ്സിലാകത്തില്ല, എന്താ എനിക്ക് ഇവിടെ വേദന, ഡോക്ടർ അവിടെ പിടിച്ചപ്പോൾ എങ്ങനെ വേദന മാറി. അപ്പോൾ അതാണ് ബേസിക്കലി. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് വേദന വരുന്നുണ്ടെങ്കിൽ സം ബയോമെക്കാനിക്കൽ ഫോൾട്ട് ഈസ് ദെയർ. അത് നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുക, അതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഫിസിയോതെറാപ്പി. അത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിനും ഒരു അറിവുണ്ടാവണം. അതായത് ഞാൻ ഇവിടെ ഏത് മസിൽസിനെയാണ് ഞാൻ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ അത് ചെയ്യാതെ അവർ ചുമ്മാ ഗ്ലോബലായിട്ട് ചുമ്മാ മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് പെയിൻ കൊടുത്തേ കൊടുക്കും. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നതാണ് എപ്പോഴും നല്ലതായിട്ട്. അതോ ഡയറക്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാലും എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പ്രശ്നം എന്ന് അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ. 2, ആ ഫിസിയോതെറാപ്പിസ്റ്റിനും ഒരു അറിവുണ്ടാവും. ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്. കാര്യം നമ്മളിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പേഷ്യന്റിനെ വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റ്, നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് അത് വ്യക്തമായി അറിയാവുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോയില്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്ന ഫലം തരില്ലെന്ന് മാത്രമല്ല, വേദന ചിലപ്പോൾ കൂടാനും സാധ്യത.
ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ ബാഡ്മിൻ്റനൊക്കെ പ്രത്യേകിച്ചും കളിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഷോട്ടൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഷോൾഡറിനൊക്കെ ഒരു അസഹനീയമായി എനിക്ക് കിടക്ക് ഒരുപാട് അവിടെ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചിലപ്പോൾ ഈ എന്താ പറയുക, ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഫീൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ചില ആളുകൾ അത് സംഭവിക്കാറുണ്ടോ എന്ന് തോന്നണം. പക്ഷേ ആരും അത് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ട്രെൻഡ് പൊതുവെ കാണുന്നില്ല. അപ്പം എന്താ ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു റെഗുലർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഈ പ്രശ്നം സ്ഥിരമായിട്ട് വരുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് തോളിറങ്ങി പോവുക, അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴത്തേക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു അൺസ്റ്റേബിൾ ഷോൾഡറിൽ നമ്മൾ കൂടുതലായിട്ട് അതിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കത് അൺസ്റ്റേബിൾ ആയി മാറാനുള്ള, അതായത് ജോയിന്റിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ മൾട്ടിപ്പിൾ മൈക്രോ ടയർ ഒക്കെ വന്നിട്ട് ജോയിന്റ് ഇറങ്ങി പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ ചിലർക്ക് പൂർണ്ണമായി ജോയിന്റ് വിട്ടു പോകണമെന്നില്ല, അത് ജോയിന്റ് വിട്ടു പോകുന്നതായിട്ട്, അതായത് സബ്ലക്സേഷൻ എന്ന് പറയും. അതായത് ഒരു നോർമലി പോകുന്നതിനേക്കാൾ കൂടുതൽ ഇതൊന്ന് തെന്നി മാറുന്നു, പെട്ടെന്ന് ബ്രെയിൻ അത് സെൻസ് ചെയ്യും, തിരിച്ചു വലിച്ചു. അപ്പൊ അത് അതാണ് ചിലർ പറയുന്നത്, ചില മൂവ്മെന്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ക്യാച്ചിങ് മൂവ്മെന്റ് വന്നിട്ട് അവർ അത് അവോയ്ഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റെബിലിറ്റി എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പറയുന്നത്. അതായത് സന്ധി തെന്നി മാറുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ലക്സേഷൻ. അപ്പോൾ ഇതിനകത്ത് കാരണങ്ങൾ പലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഒറ്റ വീഴ്ചയിൽ ഇപ്പോൾ തന്നെ ഇത് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ ഒരു പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെറിയ മൈക്രോ ടയർ എല്ലാം കൂടെ വന്നിട്ടാവാം ഇത് വരുന്നത്. മൂന്നാമതൊരു കാറ്റഗറി ഉള്ളതെന്ന് പറഞ്ഞാൽ മസിൽ പാറ്റേണിങ്ങുള്ള പ്രശ്നം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോയിന്റിന്റെ സ്റ്റെബിലിറ്റിക്ക് മസിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഊഞ്ഞാലാടുമ്പോൾ അതിന്റെ രണ്ട് കയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വശത്ത് പൊട്ടലുണ്ടെങ്കിൽ ആള് താഴെ എന്ന് പറഞ്ഞ പോലെ മസിൽസ് രണ്ട് വശത്തുനിന്നും ഒരേപോലെ കറക്റ്റ് ബാലൻസിങ്ങിൽ വലിച്ചാലേ ഉള്ളൂ ആ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ. അതിൽ ഒരു മസിലിന്റെ പവർ കുറവാണ്, അല്ലെങ്കിൽ ബോഡി അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൊടുക്കുന്നില്ല, ബ്രെയിനിൽ നിന്ന് ഒരു സെൻസേഷൻസ് വരുന്നില്ല. അങ്ങനെയുള്ളവരിലും ഇത് സംഭവിക്കും, ഡിസ്ലൊക്കേഷൻ. അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്, അതായത് അവർ തന്നെ താനെ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കാണിക്കും, അവർ തന്നെ തിരിച്ചിടും, വോളണ്ടറി ആയിട്ട് ചെയ്യുന്നവരില്ല. അപ്പൊ അങ്ങനെ മസിൽ പാറ്റേണിങ്ങിലെ പ്രശ്നങ്ങളിലും ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് തിരിച്ചറിയുകയും അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. സർജിക്കൽ മെത്തേഡ്സ് ആണോ ഇതിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതോ? ഇല്ല, നമ്മളൊരു പേഷ്യന്റ് ഡിസ്ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ സബ്ലക്സേഷൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇതുണ്ടായി, ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ട് ഇതുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കൽ വീണ് ാണ് ഡിസ്ലൊക്കേഷൻ വന്നത്, അതൊരു ട്രോമാറ്റിക് ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ അവിടെ ഈ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചേഴ്സിൽ എവിടെ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിപ്പോൾ. അല്ലെങ്കിൽ സ്ഥിരമായി സ്പോർട്സ് കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഇതേപോലെ ഡാമേജ് ഉണ്ടായി, അതിലേക്ക് ലീഡ് ചെയ്ത ഏതൊരു മസിൽ പാറ്റ് അല്ലെങ്കിൽ ഒരു അൺസ്റ്റേബിൾ സംഭവം അവരിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അതായിരിക്കാം ഇതിനെ ഭാവിയിലേക്ക് ഇൻസ്റ്റെബിലിറ്റി ആയിലേക്ക് നയിച്ചത്. അപ്പൊ നമ്മളിതെല്ലാം അഡ്രസ് ചെയ്യും. മൂന്നാമത് മസിൽ പാറ്റേണിങ്ങിലുള്ള പ്രശ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കുള്ള ബ്രെയിനിന്റെ ആ ഒരു സിഗ്നലിങ്ങിലുള്ള പ്രശ്നമാണ്. അവരെ കയറി സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും. അപ്പോൾ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. രണ്ട്, എക്സാമിനേഷൻ, എന്താണ് ആക്ച്വലി, എവിടെയാണ് പ്രശ്നം. മൂന്നാമത് ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മൾ MRI പോലെയുള്ള കണ്ടീഷൻസ്. സോ ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റിനെ പറ്റി ആലോചിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20-25 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സ്ഥിരമായി സ്പോർട്സിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ആദ്യമായി ഡിസ്ലൊക്കേറ്റ് ചെയ്ത് രണ്ടാമത് ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യത ഒരു 90% മേളിലാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും റിക്കറൻസ് വരാതിരിക്കാൻ നല്ലത്. അതേസമയം ഒരു 40 വയസ്സിന് ശേഷമുള്ള ഒരാളാണെങ്കിൽ അത്രയും സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമുക്ക് ഫിസിയോതെറാപ്പിയിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കാം. സോ ഓൾവേസ് നമുക്കൊരു ഫിസിയോതെറാപ്പിയിൽ നിന്നൊരു ഓപ്ഷൻസ് ഉണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട്. പ്രോപ്പർ മസിൽ ബാലൻസിങ് കൊണ്ട് നമുക്ക് ഷോൾഡറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള